ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ മെഡിസിനായിട്ട് വന്നിരിക്കുന്നത് കോഴികൾക്ക് വരുന്ന തൂങ്ങൽ എന്നൊരു അസുഖത്തിനാണ്. തൂങ്ങൽ എന്ന് പറയുന്ന ഒരു അസുഖമല്ല, പക്ഷെ മറ്റു അസുഖത്തിൻ്റെ ലക്ഷണമാണ്. കോഴിക്ക് വരുന്ന അസുഖത്തിൻ്റെ ആദ്യം കാണുന്ന ലക്ഷണമാണ് തൂങ്ങി നിൽക്കുക, കോഴി ഇങ്ങനെ തൂങ്ങി നിൽക്കുക എന്നുള്ളത്. അപ്പോൾ അതിനായിട്ടുള്ള ഒരു നല്ല ആയുർവേദിക് മെഡിസിനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ട. നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എന്താണെന്ന് വെച്ചാൽ ഇന്ന് കൂടുതൽ തൂങ്ങി നിൽക്കുക എന്ന് പറഞ്ഞാൽ കോഴികൾ തൂങ്ങി നിൽക്കുകയെന്ന് വെച്ചാൽ ഒരുപാട് പേര് പറയാറുണ്ട്. ഈ ചൂട് സമയത്ത് പ്രത്യേകിച്ചും അത് ഒരുപാട് പേർക്ക് ഇങ്ങനെ കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. ഇപ്പോൾ കോഴി ആദ്യമേ ഒന്ന് തൂങ്ങിയൊക്കെ നിൽക്കും, ഒന്ന് ചിറകൊക്കെ ഇങ്ങനെ താത്തി കഴുത്തൊക്കെ ഇതാക്കി ഇങ്ങനെ എവിടെയെങ്കിലും ഒരിടത്ത് ഒരു ഉഷാറും ഇല്ലാണ്ട് ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു രോഗലക്ഷണമാണത്. ശരിക്കും മറ്റു അസുഖം വരുന്നതിന് മുമ്പുള്ള ഒരു രോഗലക്ഷണമാണ് ഈ തൂങ്ങി നിൽക്കുക എന്നുള്ളത്. എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കാതെ ഏറ്റവും മെയിനായിട്ട് വരുന്നത് ഭക്ഷണം കഴിക്കില്ല. ഫുഡ് എടുക്കാതെ വരുമ്പോൾ തന്നെ നമുക്കറിയാം അതിനെന്തെങ്കിലും രോഗലക്ഷണത്തിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആണ് ഇത്. ഫുഡ് എടുക്കാതെ മാറി നിൽക്കുക എന്നുള്ളത്. ഫുഡ് എടുക്കാതെ മാറി നിൽക്കുമ്പോഴത്തേക്കും നമുക്കതിനെ എന്തെങ്കിലുമൊക്കെ അതിനുള്ളിൽ എന്തെങ്കിലും അസുഖം സ്റ്റാർട്ടായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയേക്കണം. കാരണം വെയിറ്റ് കുറയും പെട്ടെന്ന് ഇതിൻ്റെ. പിന്നെ എവിടെയെങ്കിലും മാറി ഇങ്ങനെ ചിറകൊക്കെ വല്ല താത്തി ഇങ്ങനെ ഒരു കാലൊക്കെ പൊക്കും, അങ്ങനെയൊക്കെ ഒരു മാറി ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് കോഴികളുടെ ഒരു രോഗലക്ഷണമാണ്. പിന്നെ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ട്രീറ്റ് ചെയ്യുക. അതിനെ നമ്മൾ ബാക്കിയുള്ള കോഴികളുടെ കൂടെ ഇടാതെ അതിനെ നമുക്ക് സെപ്പറേറ്റ് ഒരു കൂട്ടിലേക്ക് നമ്മൾ മാറ്റണം. നമ്മൾ അങ്ങനെയുള്ള കോഴികൾ ഭക്ഷണം കഴിക്കാതെ വെയിറ്റ് ലോസ് വരുമ്പോഴത്തേക്കും നമ്മൾ ഭക്ഷണം കഴിച്ചില്ല എന്നെങ്കിൽ ഹാൻഡ് ഫീഡ് തന്നെ ചെയ്യുക. ഹാൻഡ് ഫീഡ് കൂടുതൽ നമുക്ക് സ്റ്റാർട്ടർ പോലെയുള്ള ബ്രോയിലർ സ്റ്റാർട്ടർ പോലെയുള്ള ഫുഡ് വാങ്ങിച്ചിട്ട് നമുക്കത് വെറുതെ ഒരു മഞ്ഞൾ അരിവേപ്പ് മഞ്ഞളൊക്കെ മിക്സ് ചെയ്തിട്ട് അതിന് ഒരു ചെറിയൊരു കുതിർത്തിയിട്ട് നന്നായിട്ടൊന്ന് ആ വെള്ളത്തിൽ നിന്ന് കുതിർത്തിയിട്ട് നമുക്കതിനെ ഹാൻഡ് ഫീഡ് കുറേശ്ശെ വായിൽ വെച്ച് കൊടുത്ത് ഹാൻഡ് ഫീഡ് ചെയ്യുക. അതാണ് നമുക്ക് ആദ്യം ചെയ്യാവുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിങ്ങനെ ആദ്യം ഭക്ഷണം ചെല്ലുമ്പോൾ തന്നെ എന്തെങ്കിലും ഇതൊക്കെയാണെങ്കിൽ ശരിയാവും. പിന്നെ നമുക്ക് എന്നിട്ടും കോഴിക്കുഞ്ഞിനും യാതൊരു മാറ്റങ്ങളൊന്നുമില്ല, ഭക്ഷണം വീണ്ടും എടുക്കുന്നില്ല എന്നൊക്കെയാണെങ്കിൽ നമുക്ക് മെഡിസിൻ ചെയ്യണം. മെഡിസിൻ ചെയ്താൽ മാത്രമേ നമ്മുടെ കോഴികൾക്ക് ശരിയാവുള്ളൂ. പിന്നെ നന്നായിട്ട് തൂങ്ങി നിൽക്കുന്ന കോഴികളെ ഈ ചൂട് സമയത്ത് പോയിട്ട് നമ്മൾ ആൻറ്റിബയോട്ടിക് കൊണ്ട് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആ കോഴികൾക്ക് അധികം ആയുസ് ഉണ്ടാവില്ല, കോഴികൾ പെട്ടെന്ന് ചത്തുപോകും. കാരണം ഇപ്പോൾ ചൂടെന്ന് പറഞ്ഞാൽ അമിത ചൂടാണ്. ചൂട് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കണേണ്. ഈ സമയങ്ങളിൽ നമ്മൾ ആൻറ്റിബയോട്ടിക് രാവിലെ അല്ലെ പകൽ സമയത്ത് കൊണ്ട് കോഴിക്ക് കൊടുത്തു കഴിഞ്ഞാൽ കോഴിക്ക് അത് ശരീരത്തിൽ നീക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന അസുഖമുള്ള കോഴികൾ നമ്മൾ ആ ശരീരത്തിൽ അവർക്ക് ആരോഗ്യം ഉണ്ടാവില്ല. ആരോഗ്യം ഇല്ലാതെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നത് അറിയാലോ, നല്ല ഡോസ് ഉണ്ടാവും. ആ ഡോസ് കൂടി ആൻറ്റിബയോട്ടിക് കൊണ്ട് കോഴിക്ക് കൊടുക്കുമ്പോഴത്തേക്കും കോഴിക്ക് താങ്ങാതെ വരും. അപ്പോഴത്തേക്കും കോഴി ചത്തുപോവുകയും ചെയ്യും. നമ്മൾ ഈ സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ നല്ല പച്ച ആയുർവേദ മരുന്നുകൾ ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കൊടുക്കുക. പിന്നെ നമ്മൾ ഈ പറയുന്ന മരുന്നുകളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ടും നിങ്ങൾക്ക് കുറവില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാവുള്ളൂ. കാരണം നമ്മൾ ആദ്യമേ കൊണ്ട് ആൻറ്റിബയോട്ടിക് കൊടുത്ത് ഒരുപാട് മരുന്നൊക്കെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ കോഴികൾക്ക് ചിലപ്പോൾ അത് ശരീരം താങ്ങാൻ പറ്റാണ്ടായി. ഈ മരുന്ന് കൊടുത്തിട്ടും കുറവില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 2 ദിവസം കൊടുക്കുക. 2 ദിവസം നന്നായിട്ട് രാവിലെയും വൈകുന്നേരം 2 നേരം കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കുറവ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ മരുന്നിൻ്റെ ഒപ്പം തന്നെ ടെട്രാസൈക്ലിൻ ഗുളികകളൊക്കെ കൊടുക്കുക. അല്ലെങ്കിൽ പാരസെറ്റമോൾ ഗുളിക, പാരസെറ്റമോൾ സിറപ്പല്ലേ, അതൊക്കെ ഒന്ന് 2-3 തുള്ളിയൊക്കെ ഒന്ന് വായിലൊഴിച്ച് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അത് എന്താണ് മരുന്നെന്ന് വെച്ചാൽ പച്ചമരുന്ന് കിഴുകാനെല്ലി നമ്മൾ വേണ്ട അടിയിൽ ഇതുപോലെ ചെറിയ കുഞ്ഞു നെല്ലിക്ക പോലുള്ള സാധനം, ഇതാണ് കിഴുകാനെല്ലി. എല്ലാവർക്കും അറിയാമായിരിക്കും. അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി മാത്രം കാണിച്ചാണ്. കുറച്ച് നേരത്തെ എടുത്തു വെച്ച് കാരണം വാടിയിട്ടുണ്ട്. ആ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് നേരമായിട്ടുള്ളൂ പറിച്ചിട്ട്. പിന്നെ ഉള്ളത് പനിക്കൂർക്ക എടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണം മഞ്ഞൾ, നല്ല ഫ്രഷ് മഞ്ഞളാണ്. പിന്നെ മഞ്ഞൾ ഒട്ടും ഫ്രഷ് ഇല്ലാത്തവർക്ക് നല്ല മഞ്ഞൾ മേടിച്ച് പൊടിച്ച് വെച്ചേക്കണുണ്ടെങ്കിൽ അത് ചേർക്കാം. കടയിൽ നിന്ന് വാങ്ങിച്ച് നമ്മൾ കറക്കിടുന്ന മഞ്ഞൾ അവോയ്ഡ് ചെയ്യുക. അത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കൂട്ടുകൾ ഉണ്ടാകുമായിരിക്കും. അതുകൊണ്ട് നല്ല ഫ്രഷ് കിട്ടുവാണെങ്കിൽ അത് തന്നെ എടുക്കുക. പിന്നെ 2-3 ചുള വെളുത്തുള്ളി, ചുവന്നുള്ളി, കുരുമുളക്, ഇത്ര ഐറ്റംസ് എടുക്കുക. ഇത് ഐറ്റംസ് നമുക്ക് മിക്സീൻ്റെ ജാറിലോ എന്തെങ്കിലുമൊക്കെ ഇട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ അരച്ചെടുക്കണം. എന്നാലും നമുക്ക് കോഴികൾക്ക് നന്നായിട്ട് മിക്സ് നിങ്ങൾക്ക് ചെറിയ ഇതുപോലെ ഗുളിക പരുവത്തിലാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടി ഒരു നുള്ളു വെള്ളം വേണമെങ്കിൽ ചേർക്കുക. ഒരുപാട് വെള്ളം ചേർത്ത് ഒരുപാട് ലൂസാക്കി കളയരുത്. അപ്പോൾ അത് ഇതുപോലെ ഞാൻ എല്ലാം മിക്സിയിലേക്ക് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ പനിക്കൂർക്കേൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതുപോലെ നെല്ലിയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഫൈനായിട്ട് അരച്ചെടുക്കണം.
അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സായി വരണം. കറക്റ്റ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇതുപോലെ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കുഞ്ഞു ഗുളിക പരുവത്തിൽ വേണമെങ്കിൽ നമുക്ക് കോഴീനെ എടുത്തിട്ട് കോഴീൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു കുഞ്ഞു ഇതുപോലെ ചെറുതാക്കി എടുക്കുക. 2 നേരം അല്ലെങ്കിൽ 3 നേരം വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല കുറവുണ്ടാവും. ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ പനി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതോടെ മാറും. അവർക്ക് നല്ല വ്യത്യാസം ഉണ്ടാവാറുണ്ട് ഈ മെഡിസിൻ കൊടുത്തിട്ട്. ഒരുപാട് പേര് ചെയ്ത് അതിന് റിസൾട്ട് കിട്ടിയിട്ടുള്ള മരുന്നാണ്. അപ്പോൾ ഞാനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ നിലവിൽ ഇല്ലാത്തതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ ഇതുപോലെ ഇനി ബാക്കി ഇതിപ്പോൾ ഇത്രയും ഉണ്ടല്ലോ, ബാക്കി വരുമെന്ന് നോക്കണ്ട. നിങ്ങൾക്കിത് ബാക്കിയുള്ളത് എന്ത് ചെയ്യുക, നിങ്ങളുടെ ബാക്കിയുള്ള കോഴികൾക്ക് കുടിക്കുന്ന വെള്ളത്തിൽ വെച്ച് കൊടുക്കാം. പിന്നെ ഈ കോഴിക്ക് തന്നെയാണെങ്കിലും നമുക്ക് കുടിക്കുന്ന വെള്ളത്തിൽ കുറച്ച് കലക്കി കൊടുക്കാം. ഒരു വെള്ളത്തിലെടുത്തിട്ട് 1/2 ടേബിൾ സ്പൂണൊക്കെ ഒന്ന് കലക്കി ആ വെള്ളം കുടിക്കാൻ വെച്ച് കൊടുക്കുക. അപ്പോൾ ആ വെള്ളം കുടിക്കുമ്പോഴത്തേക്കും ഇത് കഴിക്കുമ്പോഴത്തേക്കും അതുങ്ങളുടെ എല്ലാ ക്ഷീണം മാറിക്കിട്ടും. അതുപോലെ തന്നെ ഫുഡ് മെയിനാണ്. അതുങ്ങളുടെ ഫുഡ് കൊടുക്കുമ്പോഴത്തേക്കും അത് സ്വയം ഭക്ഷണം കഴിക്കില്ല. ഇങ്ങനെ ക്ഷീണമായി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ മാറിയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്യുക. ഹാൻഡ് ഫീഡ് ചെയ്യേണ്ട രീതി ഞാൻ പറഞ്ഞത് നമ്മുടെ സ്റ്റാർട്ടർ ആയിരിക്കും ബെറ്റർ. ബ്രോയിലർ സ്റ്റാർട്ടർ വാങ്ങിക്കുക. ബ്രോയിലർ സ്റ്റാർട്ടർ വാങ്ങിച്ചിട്ട് അത് കുറേശ്ശെ ഒന്ന് നനച്ച് കുതിർത്തി അല്ലെങ്കിൽ ഇതിൻ്റെ വെള്ളം കുറച്ച് നീരി ഒഴിച്ചിട്ട് ലൂസാക്കി തന്നെ ഒന്ന് മിക്സാക്കിയിട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി വെള്ളം ചേർത്താണെങ്കിലും കുതിർത്തിയിട്ട് കുറേശ്ശെ അതിൻ്റെ വായിൽ വെച്ച് കൊടുക്കുക. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോഴത്തേക്കും അവർക്ക് ആ ക്ഷീണമൊക്കെ മാറിക്കിട്ടും. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പെർഫെക്ഷനോട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ 3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെട്രാസൈക്ലിൻ വെള്ളത്തിൽ കലക്കി കൊടുക്കാം. അതുപോലെ പാരസെറ്റമോൾ സിറപ്പ് ഉണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് വാങ്ങിക്കുന്ന സിറപ്പ് ഉണ്ടല്ലോ, ആ സിറപ്പ് ഉണ്ടെങ്കിൽ അതൊന്ന് വാങ്ങിച്ച് നമുക്കൊരു ഫില്ലറിലൊക്കെ 3-4 തുള്ളിയൊക്കെ എടുത്ത് കോഴികൾക്ക് ഒഴിച്ച് കുഞ്ഞുങ്ങളുടെ വായിലെ ഒന്ന് ഇറ്റിച്ച് കൊടുക്കാം. പിന്നെ ഇത് തന്നെ ഗുളിക ഗുളികപ്പരുവത്തിൽ വായിലേക്ക് ഇട്ട് കൊടുത്ത് കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിലും നമുക്കിവിടെ കുട്ടികൾക്ക് കൊടുക്കുന്ന സിറപ്പിൽ ലൂസായിട്ട് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്രിഞ്ച് ഉണ്ടല്ലോ, സ്രിഞ്ച് ആണെങ്കിലും കോഴീൻ്റെ വായിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആ സ്രിഞ്ച് വഴി നെക്കി കൊടുക്കുകയും അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ സിറപ്പിൽ ഒഴിച്ചിട്ട് സിറപ്പ് ഇങ്ങനെ നല്ല കറക്റ്റ് അതാണ് നന്നായിട്ട് അരച്ചെടുക്കണമെന്ന് പറഞ്ഞത്. നന്നായിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ ഫില്ലറിൽ കൂടെ എടുത്തിട്ട് നമുക്ക് കുറേശ്ശെ അതിൻ്റെ കോഴിക്കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്കതുങ്ങളെ വായിൽ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ വലിയ കോഴികളാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് ഇങ്ങനെ ഒരു ഗുളികേൻ്റെ വലിപ്പത്തിൽ എടുത്തിട്ട് അതിങ്ങളുടെ വായിൽ വെച്ച് കൊടുക്കണമായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഈ വേനലാണ്, വേനൽ കൂടി വരികയാണ്. ഓരോ ദിവസവും കൂടുന്നതാണ്, വേനലിൻ്റെ ശക്തിയും കൂടിക്കൊണ്ട് വരുവാണ്. നമ്മുടെ കോഴികൾക്ക് അസുഖവും അതനുസരിച്ച് കൂടുന്നുണ്ട്. ഒരുപാട് പേര് നമ്മളോട് തൂങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നം പറയുന്നുണ്ട്. മിക്കവായിട്ട് എല്ലാവരും കോഴികൾക്ക് ഇത് പറയുന്നുണ്ട്. ഇപ്പോൾ ചൂട് ശക്തമായി വരുന്നതുകൊണ്ട് തന്നെയാണ് കോഴികൾക്ക് ഏറ്റവും കൂടുതൽ അസുഖങ്ങളും വരുന്നത്. ഈ സമയത്ത് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അതുപോലെ നമ്മൾ കെയർ ചെയ്യാന്നില്ല എന്നെങ്കിൽ നമ്മുടെ കോഴികൾ നഷ്ടപ്പെട്ടു പോകും. പിന്നെ നമ്മളൊരു കാര്യം വ്യക്തമായി ഒന്ന് ഓർക്കുക, നമുക്ക് അവർക്ക് വേണ്ടിയുള്ള എല്ലാ മെഡിസിനും ട്രീറ്റ്മെൻറ്റും ഒക്കെ നമ്മൾ ചെയ്യുക. എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്യുക. നമുക്ക് പറ്റുന്ന രീതിയിൽ തന്നെ അവർക്ക് വേണ്ട ഫുഡും കാര്യങ്ങളും മെഡിസിനും ചെയ്ത് കൊടുക്കുക. അവർക്ക് നല്ല രീതിയിൽ തന്നെ ഫുഡ് കൊടുക്കുക. ഈ മെഡിസിൻ എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള മെഡിസിനാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കോഴികൾക്കൊരു 2-3 ദിവസമെങ്കിലും അടുപ്പിച്ച് കൊടുക്കാൻ മറക്കണ്ട. നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.